ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ നോക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ മിനിമലായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ സ്കിൻ പ്രപ്പാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്ലെൻസർ ഉപയോഗിച്ച് ആദ്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില മോയ്സ്ചറൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് അത് കുറച്ച് ഓയിലി ആണെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഉണ്ടായിരിക്കും. അതാണ് ഒരു മേക്കപ്പിന് എപ്പോഴും ബേസ് ആയിട്ട് കൊടുക്കാൻ നല്ലത്. കാരണം പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോകുന്നതിനേക്കാൾ മേക്കപ്പ് ഒന്നുകൂടി ഗ്ലൈഡ് ചെയ്ത് പോകാൻ നല്ലത് കുറച്ചും കൂടി തിക്കായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബയോഡെർമയുടെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ഒരു ലെയർ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കിൻ പ്രെപ്പിങ് മേക്കപ്പിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഇങ്ങനെ പാച്ചി ആയിട്ട് ഇളകി പോകാൻ വേണ്ടി തുടങ്ങും. സോ സ്കിൻ പ്രെപ്പിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നെക്കിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് നെക്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തെന്ന് പറയുമ്പോൾ നമുക്കൊരു ലിപ് ബാം അപ്ലൈ ചെയ്യണം. നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ക്രാക്കി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫസ്റ്റ് ഒരു ലിപ് ബാം ഇട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാം ഇട്ടിട്ട് ജസ്റ്റ് ലിപ്പ് ഒന്ന് സെറ്റാക്കി വയ്ക്കും. ഓക്കെ, ഈ മോയ്സ്ചറൈസർ ഒന്ന് അബ്സോർബ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം, സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു, ഞാനിപ്പോൾ വിഷ്കേൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ നമ്മൾ സൺസ്ക്രീനും ഇട്ടു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പ്രൈമർ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പാണ്. സോ ഞാൻ നേരിട്ട് ഫൗണ്ടേഷനിലേക്ക് പോവാണ്. ഞാൻ യൂസ് ചെയ്ത് ക്ലിനിക്കിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷെയ്ഡ് മാച്ചായി കിട്ടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് CN28 എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്, ഐവറി എന്ന് പറഞ്ഞ ഷെയ്ഡ്. എപ്പോഴും ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടോണിനേക്കാൾ ഒന്നും കൂടി ലൈറ്റർ സ്കിൻ ടോണാണ് ഞാൻ ചൂസ് ചെയ്യാറ്. കാരണം നെക്കുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് വരാൻ വേണ്ടി. എപ്പോഴും അത്ര സ്കിൻ ടോണിനേക്കാൾ ബ്രൈറ്റ് ചെയ്യുന്ന കളർ ഞാൻ ചൂസ് ചെയ്യാറില്ല യൂഷ്വലി. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാതെ കുറച്ച് എമൗണ്ട് ഫൗണ്ടേഷൻ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഫേസിൽ ആദ്യം ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഒന്നും കൂടി ഒരു ബെറ്റർ കവറേജ് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. ഞാൻ മിറർ എടുക്കുകയാണ്. കണ്ണിൻ്റെ അടിയിലൊക്കെ കുറച്ച് നന്നായിട്ട് അപ്ലൈ. ഞാനെപ്പോഴും യൂഷ്വലി ഫൗണ്ടേഷൻ ഫേസിലെ എല്ലാ ബേസും കഴിഞ്ഞിട്ടാണ് ഐബ്രോ ഫിൽ ചെയ്യാറ്. അപ്പോൾ ജസ്റ്റ് ഫൗണ്ടേഷൻ ഒരു ലെയർ ഞാൻ ഇട്ടു, പക്ഷെ ബ്ലെൻഡ് ചെയ്യുന്നില്ല. അതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് കറർ കളക്ടർ, അതായത് ടോം ഫോർഡിൻ്റെ ആണ്, ഇതും ഒന്ന് അപ്ലൈ ചെയ്യുവാണ്. ജസ്റ്റ് ഒരു സ്മോൾ എമൗണ്ട് മതി. കളർ എവിടെ ആ ഒരു ഇത് വേണ്ടടുത്ത് മാറ്റി. ചെറിയൊരു എമൗണ്ടിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്കിതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ ഫൗണ്ടേഷനും കളർ കളക്ടർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും കുറച്ചും കൂടി ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൺസീലറും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നൊരു സ്റ്റെപ്പ് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അതായത് ഈ ബ്രഷിൽ ഞാൻ കുറച്ച് സെറ്റിംഗ് സ്പ്രേ ഫസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടിച്ച് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഐബ്രോ ഫിൽ ചെയ്യാം.
അപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടോം ഫോർഡിൻ്റെ ഐബ്രോ പെൻസിലാണ്. എനിക്ക് യൂഷ്വലി ഐബ്രോയ്ക്ക് കുറച്ച് വോളിയം കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഫില്ല് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്ര ഹൈലൈറ്റ് ആക്കുന്ന സമയത്ത് ഒരു കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യാറില്ല. സോ ഞാൻ ഒന്ന് ഡള്ളാക്കിയിട്ടാണ് എപ്പോഴും ഐബ്രോ ഫില്ല് ചെയ്യാറുള്ളത്. അപ്പോൾ ചെയ്യാം. ഇത് നല്ലൊരു ഐബ്രോ പെൻസിലാണ്, ഇത് ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ ചെയ്ത് നോക്കാം. അതായത് ജസ്റ്റ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർവ് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കും ആദ്യം, അതിനുശേഷമാണ് ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നോക്കാം. ജസ്റ്റ് ഈ രണ്ട് പോർഷനും അപ്പറിലും ലോവറിലും ആദ്യം വരച്ചതിന് ശേഷം ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒരു കളറ് തോന്നിക്കും കേട്ടോ. പിന്നെയാണ് ഞാൻ ഉള്ളിൽ, പിന്നെ ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ നന്നായിട്ട് എഴുതരുത്, അപ്പോൾ ഭയങ്കരമായിട്ട് ബ്ലാക്ക് കളർ തോന്നിച്ച് ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നിക്കും. ഇതാകുമ്പോൾ ജസ്റ്റ് ഒരു നോർമൽ ലുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ത്രെഡ് ചെയ്തിട്ട് കുറച്ചായതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ഐബ്രോസിന്. നല്ല ത്രെഡ് ചെയ്താണെങ്കിൽ നല്ല വൃത്തി ഉണ്ടായിരിക്കും. ഐബ്രോ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ ഭാഗത്ത് ബാക്കിൽ തന്നെ ഒരു ബ്രഷ് ഉണ്ട്, ആ ബ്രഷായിട്ട് ജസ്റ്റ് ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒന്നും കൂടി ഒരു വോളിയം ഷേപ്പൊക്കെ തോന്നിക്കും. ഓക്കെ, ഇനി ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ വെച്ചിട്ട് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അടിയിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാൻ, ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഞാൻ ഐ മേക്കപ്പിലേക്ക് പോവാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന റൊമാൻറ്റിക് ബേർഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഐ ഷാഡോ ആണ്. ഇത് ഞാൻ ദുബായി പോയി പർച്ചേസ് ചെയ്തതാണ്, അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല. പക്ഷേ അത്യാവശ്യം കുറച്ച് കളേഴ്സ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് നമുക്കൊരു കുറച്ച് ഷിമ്മേഴ്സ്, കുറച്ച് ബേസിക് കളർ, അങ്ങനെ കുറച്ച് അത്യാവശ്യം എല്ലാ കളർ ഉള്ള പോലെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഇത്രയും കളേഴ്സ് ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രഷും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസിഷൻ ഷെയ്ഡാണ്. അതായത് ഏകദേശം നമ്മുടെ സ്കിൻ ടോണുമായിട്ട് മാച്ച് ചെയ്യുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസിഷനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്കർ ഷെയ്ഡിൽ നമ്മുടെ ഔട്ട്ഫിറ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളർ ഇവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബേസിക്കായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡാണ്. കാരണം എനിക്ക് കൂടുതൽ വേണ്ടത് ഒരു ഷിമ്മറി ടെക്സ്ചർ ആയതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്യുവാണ്. ഇത് നമുക്ക് നമ്മുടെ ഇതിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഈ ഒരു പോർഷനിൽ എൻ്റെ ബ്രഷിൽ ആക്ച്വലി കുറച്ച് ഗ്ലിറ്റർ ഉണ്ടായിപ്പോയി, അതുകൊണ്ട് ചെറുതായിട്ടൊരു ഗ്ലിറ്റർ വരുന്നുണ്ട് കേട്ടോ. ഞാൻ മുൻപ് യൂസ് ചെയ്ത കളറിൻ്റെ ചെറിയൊരു കളർ ഇങ്ങനെ വരുന്നുണ്ട്. നോക്കാം. നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. ഒരു ഒറ്റ സ്വൈപ്പിൽ തന്നെ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷൻ തരുന്നുണ്ട്. ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ബ്രഷും, പിന്നെ ഗ്ലിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു ബ്രഷും, അതേപോലെ ബാക്കിയുള്ള കളേഴ്സിന് വേണ്ടിയിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഷിമ്മേഴ്സിൻ്റെ കളർ എപ്പോഴും നമ്മുടെ ബ്രഷിൽ ഇങ്ങനെ വന്ന് നിന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ആ ഒരു ബേസ്, ആ ഒരു ഓറഞ്ച് കളറ്, ഒരു ഓറഞ്ച് പോലെ തോന്നുന്നൊരു കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് ജസ്റ്റ് ഒരു പിങ്ക് ആയതുകൊണ്ട് ലാസ്റ്റിലേക്ക് ഞാൻ പിങ്ക് വെച്ചൊന്ന് ഡാർക്കൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് അറ്റ് ദ എൻഡ് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് തൊട്ട് ഞാൻ പിങ്ക് വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണ് ഒന്നും കൂടി ഒരു വോളിയം ഫീൽ ചെയ്യും. അതായത് ചെറിയ കണ്ണാണെങ്കിലും ഒന്നും കൂടി ഒരു ഇത് ഫീൽ ചെയ്യും, ഒരു വലിപ്പം. അത് അറ്റത്തേക്ക് മാത്രം മതി. ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ചെയ്യാൻ പോകുന്നതാണ് ഗ്ലിറ്റർ ഷിമ്മർ ഷെയ്ഡ്. നമുക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് ഈ ഒരു ഗോൾഡൻ പോലത്തെ ഈ ഒരു ഷിമ്മർ ഷെയ്ഡാണ്. ഇത് സെൻറ്ററിൽ മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഫുള്ളായിട്ട് അപ്ലൈ ചെയ്താൽ സെൻറ്ററിൽ മാത്രം അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. നല്ല ഷെയ്ഡാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ പണി എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റർ ബ്രഷ്, അതായത് ഒന്നും കൂടി ഒരു ഷാർപ്പണായിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് നമുക്ക് ഐലിഡിൽ കണ്ണിൻ്റെ താഴെ നമ്മുടെ ഈ ബേസ് കളർ ഉണ്ടല്ലോ, ഈ ഓറഞ്ച് കളർ, അത് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ഷാർപ്പ് ബ്രഷ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും, അത് സ്പ്രെഡ് ആവില്ല. ആദ്യം കൊടുത്ത ട്രാൻസിഷൻ കളർ തന്നെയാണ് ഞാൻ താഴെ കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കൊടുക്കുമ്പോഴേക്ക് കണ്ണ് ഒന്നും കൂടി ഒരു ഡെഫിനിഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കൊടുക്കാം. ഈ ഭാഗത്തൊന്ന് ഷാർപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐ ഷാഡോ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മസ്കാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഷനലിൻ്റെ ഒരു മസ്കാരയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വാട്ടർ പ്രൂഫാണ്, പിന്നെ അത്യാവശ്യം നേരം നന്നായിട്ട് നിൽക്കാറുണ്ട്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ മസ്കാര ഇടാം. എനിക്ക് യൂഷ്വലി ഭയങ്കര കൺപീലുകൾ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്കാര ഇട്ടില്ല എന്നുണ്ടെങ്കിൽ തീരെ ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ. അണ്ടർ ഐയിലും നന്നായിട്ട് മസ്കാര ഇട്ട് കൊടുക്കാം. കണ്ണാടി നോക്കി ചെയ്യുമ്പോൾ എനിക്ക്, ഫോണിൽ നോക്കി ചെയ്യുമ്പോൾ എനിക്ക് അത്ര ക്ലിയർ ആകുന്നില്ല. അടിയത്തെ ലാഷസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒട്ടും ശരിയാവാറില്ല. അപ്പോൾ ഞാൻ ലോവർ ലൈനിലും മസ്കാര ലൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ട് വല്ലതും ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്തു. അപ്പോൾ മസ്കാരയും കൂടി അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ണ് ഇങ്ങനത്തെ ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഐലൈനർ വെച്ച് ജസ്റ്റ് കണ്ണൊന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഐലൈനർ പെന്നാണ്, ജെൽ ഐലൈനർ പെന്നാണ്. അത് കുറച്ചും കൂടി നേരം എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്, പിന്നെ അത്ര പെട്ടെന്ന് സ്മഡ്ജ് ആവുന്ന പോലെ തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വാലിട്ടിട്ടാണ് കണ്ണെഴുതുന്നത്. അപ്പോൾ ഞാൻ അത് എഴുതിയതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാൻ 2 ഐ ലുക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ തന്നെ ഈ ഐയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കോമ്പാക്ട് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് കോമ്പാക്ട് പൗഡർ, ലൂസ് പൗഡർ ഏത് വേണമെച്ചാൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കോമ്പാക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ തന്നെ കുഷ്യൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്തത് ലിക്വിഡ് ബ്ലഷ് ആണ്, റെയർ ബ്യൂട്ടിയുടെ ആണ്, ഇൻ ദ ഷെയ്ഡ് ഹോപ്പ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൗഡർ ബ്ലഷ് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ലിക്വിഡ് ബ്ലഷ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ചീക്സിൻ്റെ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പോർഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനെപ്പോഴും ചിരിച്ചിട്ടാണ് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. നോസിലും പിന്നെ ഈ ചീക്സിൻ്റെ ഈ പോർഷനിലും കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്യാം. ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഈവൻ ആക്കി കൊടുക്കാം കേട്ടോ, സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ബ്ലഷും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു രീതിയിൽ ഞാൻ കുറച്ച് ഹൈലൈറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ കോമ്പാക്റ്റിൻ്റെ സെയിം ബ്രാൻഡിൻ്റെ ഒരു ഹൈലൈറ്ററാണ്. പക്ഷെ എനിക്കത് അത്ര ഒരു കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തില്ല, കാരണം അതിൽ ചെറിയ ചെറിയ ചങ്കി ഗ്ലിറ്റേഴ്സ് ഉള്ള പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അത് ഇടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ നിന്ന് അല്ലാന്ന് അറിയാൻ പറ്റും ആക്ച്വലി. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഹൈലൈറ്റേഴ്സ് നമ്മൾ ഒഴിവാക്കുകയാണ് എപ്പോഴും നല്ലത്. കാരണം ആ ഒരു ചങ്കി ഫീൽ വരുന്ന സമയത്ത് ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ, നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ ആയിട്ട് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് നല്ല ഒരു ഇപ്പം മാസിൻ്റെ ഹൈലൈറ്റേഴ്സൊക്കെ നല്ലതാണ്.
അപ്പോൾ അത് അഫോർഡബിളും ആണ്. അപ്പോൾ അങ്ങനത്തെ ഹൈലൈറ്റേഴ്സ് കിട്ടുവാണെങ്കിൽ അത് ഇടുമായിരിക്കും ഒന്നുകൂടി നല്ലത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് സെറ്റിംഗ് സ്പ്രേ വെച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാനാണുള്ളത്. അപ്പോൾ ഞാൻ സാരി ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ലിപ്സ്റ്റിക്ക് ഇടുന്നത്. അപ്പോൾ അതിനുശേഷം അത് കാണിക്കാം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് ഒരു ഡെഫിനേഷൻ ലിപ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ ലിപ് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ടൊരു റെഡ് കളർ പോലത്തെ ഒരു ലിപ്സ്റ്റിക്ക് വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ലിപ് ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇൻസൈഡിലൊരു ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. പക്ഷേ അത് കുറച്ച് ഇതൊക്കെ നിൽക്കാറുണ്ട്, അത്ര വേഗം ട്രാൻസ്ഫർ ആവാറില്ല. കാരണം മറ്റേ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് എനിക്ക് ചുണ്ടൊന്നും കൂടി ഡ്രൈ ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അത്ര പ്രശ്നമില്ല, നമുക്കിതൊന്നും ഇട്ടോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത്. ബാക്കി ഫുൾ ലുക്ക് ഞാൻ കാണിക്കാം. മൗനരാഗമണിയും താരിളം തെന്നലേ പൊൻപരാഗമിളകും താരിളം